السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وورث سليمان داود فقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വസ്തുതകളിലൂടെയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ രൂപത്തിലുള്ള പ്രത്യേകതകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകുകയുണ്ടായിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ യാത്രക്കിടയിലുണ്ടായ മറ്റൊരു സംഭവം, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യസമേതമുള്ള യാത്രയിലായിരിക്കെ നടന്ന മറ്റൊരു സംഭവം. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. സൈന്യത്തിലെ അദ്ദേഹം സൈന്യത്തെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ സൈന്യത്തിൽ പക്ഷിഭാഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പക്ഷിഭാഗത്തെ പരിശോധിച്ചപ്പോൾ ആ പക്ഷിഭാഗത്തിന്റെ കമാൻഡറായ അദ്ദേഹത്തിന്റെ ആ പക്ഷിഭാഗത്തിന്റെ കമാൻഡറായ ഒരു പക്ഷിയെ കാണാനില്ല. ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിയെ കാണാനില്ല. പരേഡ് നടത്തി പരിശോധിച്ചു നോക്കുമ്പോ പക്ഷികളുടെ കമാൻഡറെ കാണാനില്ല. അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. തഫഖദ എന്ന് പറഞ്ഞ പരിശോധന നടത്തി. അത്വയ്റ പക്ഷികളെ പരിശോധിക്കണം, സൈന്യത്തിലുള്ള പക്ഷികളെയൊക്കെ പരിശോധിക്കണം. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മാലിയ, അത്ഭുതം പറയാണ്, എനിക്ക് എന്ത് പറ്റി? ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ ഞാൻ കാണുന്നില്ലല്ലോ. അം കാന മിനൽ ഗായിബീൻ,
അതോ നേരത്തെ ഹാജരാവാതെ എവിടേക്കോ മുങ്ങിയതാണോ? നേരത്തെ ഇവിടെ ഹാജരാവാതെ എവിടേക്കോ പോയിരിക്കുകയാണോ? അതോ വരാതിരുന്നതാണോ? എന്താണ് എനിക്ക് എന്ന് മനസ്സിലാകുന്നില്ല. മഹാനവറുകൾ പറയാൻ തുടങ്ങി, ലൗ അസിബന്നഹു അദാബൻ ശദീദാ, കയ്യിൽ കിട്ടിയാൽ ഞാൻ കഠിനമായ ശിക്ഷ ശിക്ഷിക്കുക തന്നെ ചെയ്യും. പട്ടാളക്കാരൊക്കെ എപ്പോഴും വളരെ വളരെ താഴ്മയോടെയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അത് ഏത് പട്ടാളക്കാരും എല്ലാവരും എത്ര ശക്തന്മാരും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അതാണ് ഫഹും യൂസൗ നിയന്ത്രിച്ചു കൊണ്ടുനടക്കുകയാണ്. കഠിനമായി ഞാൻ ശിക്ഷിക്കുന്നവർ ആരെ? ഈ ഹുദ്ഹുദിനെ മരക്കൊത്തി പക്ഷിയോട് വരട്ടെ, ഞാൻ ശക്തമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഔലാദ് ബഹന്നഹു, എനിക്ക് തോന്നുകയാണെങ്കിൽ ശിക്ഷ ഇനിയും ഗൗരവത്തിൽ കൊടുക്കണമെങ്കിൽ കേവലം ശിക്ഷ മാത്രമല്ല, അറുത്ത് കൊന്നുകളയും ഞാൻ. ഔലാദ് ബഹന്നഹു, അല്ലെങ്കിൽ അതിനെ ഞാൻ അറുത്ത് കൊന്നുകളയുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ പക്ഷി ആ ഹുദ്ഹുദ് എന്റെ അടുക്കൽ കൊണ്ടുവരണം. ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ പ്രമാണവുമായിട്ട് എന്റെ അടുക്കൽ വന്നേ പറ്റൂ. എന്തുകൊണ്ട് ഞാൻ എന്റെ പരിശോധനാ വേളയിൽ കണ്ടില്ല ഹുദ്ഹുദിനെ? അതുകൊണ്ട് വന്നാൽ ഞാൻ കഠിനമായ പണിഷ്മെന്റ് കൊടുക്കും, ശിക്ഷ കൊടുക്കും. ഞാൻ അർത്ഥകളെയും കൊന്നുകളെയും ഞാൻ, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണം എന്റെ മുമ്പിൽ ബോധിപ്പിക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളുടെ കമാൻഡറെ കാണാതായപ്പോൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളെ പരിശോധിച്ചു നോക്കുമ്പോ എന്താ പറഞ്ഞത്? മാലി ലാ അറൽ ഹുദ്ഹുദ, എവിടെ പോയി? എവിടെ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മഹാനവറുകളുടെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുരീദുമാര് ചൊല്ലുന്ന പാട്ടാണ്. എന്താ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കൺകൊണ്ട് കണ്ട പോലെ ഞാൻ പറയും. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ധാരാളക്കണക്കിന് നിഅമത്തുകൾ നൽകപ്പെട്ട രാജാധിപത്യവും ഉണ്ടായിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളെ പരിശോധിച്ചു നോക്കുമ്പോ ഹുദ്ഹുദ് എന്ന കമാൻഡറെ കാണാനില്ല. എന്താ പറഞ്ഞത്? മാലി, എനിക്ക് എന്ത് സംഭവിച്ചു? ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ, എവിടെ പോയി? അഭിനയിച്ചതാ? അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞതാണ് വെറുതെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു സാധാരണക്കാരനെ പറ്റി എന്നിട്ടല്ലേ ഒരു റസൂലിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ശരിക്കും സത്യ പറഞ്ഞതല്ല, അത് അഭിനയിച്ചോന്നല്ല. എന്താ ഞാൻ കാണാത്തെന്നൊക്കെ വെറുതെ ആൾക്കാരെ മുമ്പിൽ ചൂടാകുക, വെറുതെ അഭിനയിക്കുക, നാട്യമാ? ഒരിക്കലും ഇല്ലല്ലോ. അമ്പിയാക്കളല്ലേ, പരമ പരിശുദ്ധരല്ലേ, പരിഹസിക്കുമോ? കളവ് പറയുമോ? നാടകം അഭിനയിക്കുമോ? ഇല്ല. വസ്തുതയാണ്. എവിടെ പോയി? കാണാനില്ല. ഇങ്ങോട്ട് വന്നാൽ ഈ കൃത്യവിലോപത്തിന്, എന്റെ ഈ ഡ്യൂട്ടി നിർവഹണത്തിൽ നിന്ന് വിട്ടുനിന്നതിന് കഠിനമായി ഞാൻ ശിക്ഷിക്കും. വേണ്ടി വന്നാൽ കുറ്റം ഗുരുതരമാണെങ്കിൽ കൊന്നുകളയും ഞാൻ, അറുത്തുകളയും ഞാൻ. ഇല്ലെങ്കിൽ വ്യക്തമായ പ്രമാണം കൊണ്ട് എന്റെ അടുക്കൽ വരിക തന്നെ വേണം. കാര്യം അദ്ദേഹം ഊഹിച്ചതുപോലെ ആയിരുന്നില്ല. ഹുദ്ഹുദ് തെറ്റുകാരനായിരുന്നില്ല. എന്താ പിന്നെ സംഭവിച്ചത്? പ്രവാചകനും മഹാരാജാവുമായിരുന്ന അദ്ദേഹത്തിന് പോലും അജ്ഞാതമായ ഒരു വമ്പിച്ച വർത്തമാനവും കൊണ്ട് വരികയാണ്. فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون ألا يسجدوا لله الذي
യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. ഫമക്കസ ഗൈറ ബഈദ്, ഫമക്കസ ഗൈറ ബഈദ്, അധികം താമസിച്ചില്ല. അപ്പോഴേക്ക് ഫമക്കസ, അങ്ങനെ താമസിച്ചു, ഗൈറ ബഈദ്, കുറച്ചു സമയം. അപ്പോഴേക്കതാ ഹുദ്ഹുദ് എന്ന പക്ഷി രാജാവിന്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്നു. ഫഖാല, എന്നിട്ട് ആ പക്ഷി പറയാൻ തുടങ്ങി, അഹത്തു, ഞാൻ സൂക്ഷ്മമായ വിവരം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അഹത്തു, ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു. ബിമാലം തുഹിത്തു ബിഹി, നിങ്ങൾക്കതിനെപ്പറ്റി സൂക്ഷ്മ വിവരമില്ല. ആ പക്ഷിക്കറിയാ ഒരു നബിക്ക് അള്ള വിവരം കൊടുത്തതേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഹുദ്ഹുദ് എന്ന പക്ഷിക്ക് വരെ അറിയാണ്ട് അള്ള അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സുലൈമാൻ നബിക്കും അറിയില്ല. അതുകൊണ്ട് ആ വാക്ക് പറയണേ. ഇന്നത്തെ നമ്മളൊരു വാക്ക് പറയണേ, അത് വഹാബിന്റെ വാക്കാന്നല്ല പറയാം, അതൊരു പഴച്ചോന്റെ വാക്കാന്നല്ല പറയാം. നിങ്ങൾക്കറിയില്ല, എങ്ങനെ പക്ഷിക്ക് മനസ്സിലായി? നിങ്ങൾക്കറിയില്ല എന്ന് പറയാൻ പാടുണ്ടോ ഒരു നബിനോട്? ഹുദ്ഹുദ് വന്നിട്ട് പറയണ എന്താ? അഹത്തു, എനിക്ക് സൂക്ഷ്മ വിവരം കിട്ടിയിട്ടുണ്ട്. ഏതൊരു കാര്യം? ബിമാലം തുഹിത്തു ബിഹി, താങ്കൾക്ക് സൂക്ഷ്മമായ വിവരം കിട്ടാത്ത സംഗതി. വജിതുക, ഞാനിതാ താങ്കളുടെ സമീപത്തേക്ക് വന്നിട്ടുള്ളത് മിൻ സബ, യമനിലെ അങ്ങ് ദൂരെയുള്ള സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. ബിനബഇൻ യഖീൻ, ഊഹാപോഹം പറയുന്ന കമാൻഡർ അല്ല ഞാൻ നിങ്ങളുടെ പട്ടാളത്തിലെ വിശ്വസ്തനാണല്ലോ. ഉറപ്പുള്ള ഒരു ന്യൂസും കൊണ്ട് സബയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവിടുന്ന് കണ്ട കാര്യം പറയാം. ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും, ഇന്നി നിശ്ചയമായും ഞാൻ വജത്തു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഇംറഅതൻ, ഒരു സ്ത്രീ, തംലികുഹും, ആ സബ രാജ്യം ഭരിക്കുന്നുണ്ട്. ആ യമനിലെ സബ എന്ന് പറയുന്ന പ്രദേശത്ത് ഭരണം നടത്തുന്ന ഒരു റാണിയെ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. വഊതിയതു മിൻ കുല്ലി ശൈഇ, അവൾക്ക് വലിയ പദവിയുള്ളവളാണ്, ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളവളാണ്. അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മിൻ കുല്ലി ശൈഇ, എല്ലാം നൽകപ്പെട്ട ഒരു പെണ്ണ്. അധികാരമുണ്ട്, അധികാരം ഉപയോഗപ്പെടുത്താൻ വേണ്ട പട്ടാളമുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാ സാമഗ്രികളുമുണ്ട്. വലഹാ അർശുൻ അദീം, വമ്പിച്ച ഒരു സിംഹാസനവുമുണ്ട് ആ പെണ്ണിന്. എല്ലാ രാജപദവിയുടെയും എല്ലാം ഒത്തണങ്ങിയ ഒരു പെണ്ണ്, വമ്പിച്ച അധികാരാണ്, വലിയ സിംഹാസനമൊക്കെ ഉണ്ട്, എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്, വലിയ സൗകര്യങ്ങളുള്ള രാജ്ഞിയാ, റാണിയാ. എന്താ അവരുടെ പ്രത്യേകത? അവരെ കുറിച്ച് എന്താ ഞാൻ കണ്ടത്? വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, വജത്തുഹാ, ഞാൻ അവളെ കണ്ടു, വഖൗമഹാ, അവളുടെ ജനതയും, അവളെയും അവളുടെ ജനതയെയും ഞാൻ കണ്ടത് എങ്ങനെയാണ്? യസ്ജുദൂന, അവര് സുജൂദ് ചെയ്യുന്നു, ലിശംസി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമേ, അല്ലാഹുവിന് പുറമേ, അല്ലാഹനെ കൂടാതെ അവര് സൂര്യനെ നമിക്കുന്നവരാണ്, സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഭംഗിയായി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഹുദ്ഹുദിന് മനസ്സിലായി തൗഹീദാണ് സത്യമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ നിന്ന് തെറ്റിയ ശൈത്താന്റെ പാതയിലാണെന്ന് ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിക്ക് വരെ ബോധ്യമുണ്ട്. അതാ പറയുന്നത്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും റഹ്മാനായ റബ്ബിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു, റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു, റബ്ബിനെ വാഴ്ത്തുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും തന്നെ ഇല്ല അല്ലാഹുവിനെ സ്തുതിക്കാത്ത. തൗഹീദാണ് എല്ലാ ജീവജാലങ്ങളുടെയും കാതൽ. എല്ലാവരും അത് അംഗീകരിക്കണം. നന്ദി കെട്ട മനുഷ്യരും ജിന്ന് വർഗവും മാത്രമാണ് തൗഹീദിൽ നിന്ന് പഴച്ചു പോകുന്നത്. ഈ ഹുദ്ഹുദിന് വരെ അറിയാം. അതുകൊണ്ട് ഹുദ്ഹുദല്ലേ ഇതൊക്കെ പറയുന്നത്. ശൈത്താൻ അവർക്ക് ഭംഗിയായി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ് അവരുടെ പ്രവർത്തികളൊക്കെ. അങ്ങനെ ഫസദ്ദഹും അനിസ്സബീൽ, നേർമാർഗത്തിൽ നിന്ന് ആ ശൈത്താൻ അവരെ തടഞ്ഞിരിക്കുകയാണ്. ഫഹും ലാ യഹ്തദൂൻ, അവര് നേർമാർഗത്തിലല്ല, അവര് നേർവഴിയിലല്ല മുന്നോട്ട് പോകുന്നത്.
ഇത് ഹുദ്ഹുദ് ശരിക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ന്യൂസും കൊണ്ടാ വരുന്നത്. മാത്രല്ല ഹുദ്ഹുദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ശൈത്താൻ വരെ എന്തിനാ പഠിപ്പിക്കുന്നത്? അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദ്. അതേ, ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞു കിടക്കുന്ന എന്തിനേയും വെളിക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനായ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ പറയുന്നത്. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. നിങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവര് സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. കണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പക്ഷിയെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പട്ടാളത്തിൽ ഇത് ഈ പല പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പക്ഷി ഭൂഗർഭ ജലം എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകത ഈ പക്ഷിക്ക് ഉണ്ടായിരുന്നുവെന്നും അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ പക്ഷി പറയുമെന്നും അങ്ങനെ പട്ടാളക്കാർ പെട്ടെന്ന് തന്നെ അവിടെ കിണർ കുഴിക്കാറുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഈ പക്ഷിയുടെ മനസ്സിലെന്താ, ആകാശഭൂമികൾ ഭൂമിക്കടിയിലുള്ള വെള്ളമൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എന്റെ കഴിവ് എത്ര പരിമിതാണ്. അതിലേക്കുള്ള ഒരു സൂചനയാണ് യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർളി. ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെയുള്ള സ്വകാര്യങ്ങൾ ഏത് മറഞ്ഞതും വെളിക്ക് കൊണ്ടുവരുന്നവനാ അല്ലാഹു. ഏത് രഹസ്യവും പരസ്യവും അല്ലാഹു ഒരുപോലെയാണ്. എന്നിട്ട് പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു അവനൊഴികെ ഒരു ആരാധ്യനേയില്ല. റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് തന്നെ. ഈ സഭയിലെ രാജ്ഞിക്ക് ഒരു അർശുണ്ട് എന്ന് പറഞ്ഞല്ലോ വന്നിട്ട്. ഇപ്പോഴും കണ്ടോ, അവൾക്കൊരു അർശുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അതിലേക്കും സൂചനയാണ്. അവളുടെ അർശൊക്കെ എന്താ അർശ? എന്റെ റബ്ബിന്റെ അർശ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവൻ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹ്. ആ അല്ലാഹനെ വിട്ട് മറ്റുള്ളവരെ ഇവരെയൊക്കെയാണ് പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ന്യൂസും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ആര് പറയാണ്? ഹുദ്ഹുദ് പറയാണ്. ആ അവസരത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പറഞ്ഞത് നേരാണോ അല്ലേ എന്ന് പരിശോധിക്കും എന്നാ പറയുന്നത്. ബോധ്യല്ല. ഉടനെ പറയാണ്, ഖാല സനൻദുറു അസദഖത അം കുൻത മിനൽ കാദിബീൻ. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണ് വിശ്വസിച്ചില്ല. നുണ പറയണെന്ന് പറഞ്ഞില്ല, അപ്പൊ നുണയനാക്കിയില്ലേ? ശരിയാന്ന് പറഞ്ഞു കണ്ണടച്ച് വിശ്വസിച്ചു, അതുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷിയോട് പറഞ്ഞു, സനൻദുറു, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ. സനൻദുറു, ഞാൻ പരിശോധിക്കും, ഞാൻ ആലോചിക്കും, ഞാൻ നോക്കും. അസദഖത, നീ സത്യമാണോ പറഞ്ഞത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്ന് ഞാൻ പരിശോധിക്കും. ഇവിടെയും തെളിവ്, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തറിയില്ല? മനസ്സ് വായിക്കാൻ കഴിഞ്ഞില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ നിന്ന് ഹുദ്ഹുദ് എന്ന് പറയുന്ന മരക്കൊത്തി പക്ഷി പറയുന്നത് നേരാണോ നുണയാണോ ആ പക്ഷിയുടെ മനോഗതം അറിഞ്ഞുകൊണ്ട് വിലയിരുത്താൻ ആർക്ക് കഴിയുന്നുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാം കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് സനൻദുറു, ഞാൻ പരിശോധിക്കും. അസദഖത, നീ സത്യമാണോ പറയുന്നത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണം. ഇനി പരിശോധനക്ക് വേണ്ടി മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പക്ഷിയെ വിടുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു വേണ്ടി സ്വീകരിക്കുന്ന നയങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ തത്വങ്ങളൊക്കെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും ബുദ്ധിക്ക് യോജിക്കാത്ത കമ്പനിക്ക് ഇതും പിടിച്ചില്ല. കാരണം അൽ ഹുദ്ഹുദ് എന്ന് പറഞ്ഞ മരക്കൊത്തി പക്ഷി ഇങ്ങനെ പോവുകയെ, മരക്കൊത്തി പക്ഷി ഇങ്ങനെ കാണുക, മരക്കൊത്തി പക്ഷി വന്നിട്ട് സംസാരിക്കേ, മരക്കൊത്തി പക്ഷി ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതും എന്തായി? ഹുദ്ഹുദ് എന്ന പേരിലുള്ള ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. പക്ഷിയൊന്നുമല്ല, ഒരു പട്ടാളക്കാരൻ. ഹുദ്ഹുദ് എന്ന പേരിലുള്ള ഒരു പട്ടാളക്കാരൻ. അങ്ങനെ ഉണ്ടാവൂല. ഇപ്പൊ സിംഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്, നരസിംഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സിംഹമൊന്നുമല്ലല്ലോ, ഇപ്പൊ മനുഷ്യനല്ലേ. അതുപോലെ ഹുദ്ഹുദ് പക്ഷിയൊന്നുമല്ല, അതൊരു ഹുദ്ഹുദ്, ഒരു പട്ടാളക്കാരന്റെ പേര്.
എന്ന് പറയുന്നത് പോലെ ആ നിലക്കുള്ള ഒരു വാചകം മാത്രമാണ്. അതല്ലാതെ ഇതിൽ ഹുദുഹുദ് എന്നൊരു മരക്കൊത്തി പക്ഷിയുടെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലുള്ള അത്ഭുതകരമായ കാര്യത്തെയും ഈ ഭാഗം എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. ഇതിലും ഇവർ പറഞ്ഞത് എന്തെന്നെയാണ്? അതൊരിക്കലും എന്തല്ല, ഒരു പക്ഷിയുടെ വർത്തമാനമല്ല, അത് പക്ഷിയല്ല, സൈന്യത്തിലെ രഹസ്യ വാർത്താ അന്വേഷണ വകുപ്പിലെ അഥവാ CID ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു എന്ത്? ഹുദുഹുദ്. കഴിഞ്ഞില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാന്റെ ഖുർആനിലൊരു കാര്യം പറഞ്ഞാല് അഖ്ല് കൊണ്ട് അളക്കാണ്, നഖ്ല് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ അഖലാനി എന്ന് പേര് വന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തോടു കൂടെ ആലോചിക്കുക. വിശുദ്ധ ഖുർആനെ കുറെ ആൾക്കാർ അവർക്ക് ഒപ്പിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അംബിയാഇന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന ആശയങ്ങളെ, ഗുണപാഠങ്ങളെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് ആ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രബോധകന്മാരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളെ അല്ലാഹു തുരത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله.